റഷ്യയുടെ നാവിക കരുത്തിന്റെ പ്രൗഢിയും സോവിയറ്റ് കാലഘട്ടത്തിന്റെ സൈനിക വീര്യവും വിളിച്ചോതുന്ന അഡ്മിറൽ നഖിമോവ് എന്ന ആണവ യുദ്ധക്കപ്പൽ വീണ്ടും കടലിലേക്ക് ഇറങ്ങുകയാണ്. ആധുനിക നാവിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ചെലവേറിയതും വിപുലവുമായ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് ഈ ഭീമൻ യുദ്ധക്കപ്പൽ റഷ്യൻ നാവികസേനയുടെ മുൻനിരയിലേക്ക് തിരിച്ചെത്തുന്നത്. നീണ്ട 28 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കപ്പൽ സ്വന്തം കരുത്തിൽ സമുദ്ര പരീക്ഷണങ്ങളുടെ അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്നത് ആഗോള സൈനിക നിരീക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഉപരിതല യുദ്ധക്കപ്പലാണ് 28,000 ടൺ ഭാരമുള്ള അഡ്മിറൽ നഖിമോവ്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയൻ അമേരിക്കൻ നാവികസേനയ്ക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താൻ രൂപകൽപ്പന ചെയ്ത വിഖ്യാതമായ കിരോവ് ക്ലാസ് യുദ്ധക്കപ്പലുകളുടെ പരമ്പരയിൽപ്പെട്ടതാണ് ഈ വമ്പൻ. സോവിയറ്റ് സാങ്കേതിക വിദ്യയുടെ കരുത്തും ആധുനിക റഷ്യയുടെ ഡിജിറ്റൽ യുദ്ധ സംവിധാനങ്ങളും ഒത്തുചേർന്ന ഒരു അജയ്യമായ കോട്ടയായാണ് ഈ കപ്പൽ ഇപ്പോൾ പുനർജനിച്ചിരിക്കുന്നത്. കപ്പലിന്റെ കമാൻഡ് സിസ്റ്റം, സെൻസറുകൾ, ഇലക്ട്രോണിക്സ്, മിസൈൽ വിന്യാസം എന്നിവയെല്ലാം പൂർണ്ണമായും അഴിച്ചു പണിത് കഴിഞ്ഞു. പഴയ സോവിയറ്റ് കാലത്തെ സംവിധാനങ്ങൾക്ക് പകരം റഷ്യയുടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആധുനിക റഡാറുകളും ശത്രുക്കളുടെ നീക്കങ്ങൾ നിമിഷങ്ങൾക്കകം തിരിച്ചറിയാൻ ശേഷിയുള്ള നിരീക്ഷണ സംവിധാനങ്ങളും കപ്പലിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു. ആർട്ടിക് മേഖലയിലെ അതികഠിനമായ കാലാവസ്ഥ അതിജീവിച്ച് ദീർഘകാലം ഒറ്റയ്ക്ക് ദൗത്യങ്ങളിൽ ഏർപ്പെടാൻ പാകത്തിലാണ് അഡ്മിറൽ നഖിമോവ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. റഷ്യയുടെ തന്ത്രപ്രധാനമായ നോർത്തേൺ ഫ്ലീറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടെല്ലായി ഈ കപ്പൽ മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. വടക്കൻ സമുദ്ര മേഖലകളിൽ റഷ്യയുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിൽ ഈ യുദ്ധക്കപ്പൽ നിർണായക പങ്ക് വഹിക്കും. ഈ നവീകരണത്തിലൂടെ കപ്പലിന്റെ ആയുധപ്പുര പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യപ്പെടുകയും വിപുലീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ശത്രുക്കളുടെ അന്തർവാഹിനികൾ, യുദ്ധവിമാനങ്ങൾ, മറ്റ് കപ്പലുകൾ എന്നിവയെ ഒരേ സമയം നേരിടാൻ ശേഷിയുള്ള അത്യാധുനിക മിസൈലുകളാണ് ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. കപ്പലിൽ നിന്ന് ഒരേ സമയം വിനാശകരമായ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ സാധിക്കുന്ന തരത്തിലാണ് വെർട്ടിക്കൽ ലോഞ്ച് സംവിധാനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. റഷ്യയുടെ അത്യാധുനിക ഹൈപ്പർസോണിക് മിസൈലായ സിർക്കോൺ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് നഖിമോവിന്റെ മിസൈൽ ലോഞ്ചറുകൾ പരിഷ്കരിച്ചിരിക്കുന്നത് എന്നത് അമേരിക്കയെയും നാറ്റോ സഖ്യത്തെയും ഒരുപോലെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ശബ്ദത്തേക്കാൾ 9 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന സിർക്കോൺ മിസൈലുകളെ പ്രതിരോധിക്കാൻ നിലവിലുള്ള ഒരു പാശ്ചാത്യ പ്രതിരോധ സംവിധാനങ്ങൾക്കും സാധ്യമല്ല. ഇത് കടലിലെ ശക്തി സന്തുലിതാവസ്ഥയെ റഷ്യയ്ക്ക് അനുകൂലമായി മാറ്റും. ഇതുകൂടാതെ ദീർഘദൂര ക്രൂയിസ് മിസൈലുകളായ കാലിബർ, കപ്പൽ വിരുദ്ധ മിസൈലുകളായ ഒണിക്സ് എന്നിവയും ഈ കപ്പലിന്റെ പ്രധാന ആയുധങ്ങളാണ്. കടലിലെ ഏത് ലക്ഷ്യത്തെയും 100% കൃത്യതയോടെ തകർക്കാൻ ഈ മിസൈലുകൾക്ക് ശേഷിയുണ്ട്. ശത്രുരാജ്യങ്ങളുടെ തീരപ്രദേശങ്ങളിലേക്ക് ഭീതി വിതയ്ക്കാൻ പോന്ന ക്രൂയിസ് മിസൈലുകളുടെ വൻ ശേഖരം തന്നെയാണ് കപ്പലിലുള്ളത്. വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനായി കപ്പലിൽ S-400 മിസൈൽ സംവിധാനത്തിന്റെ നാവിക പതിപ്പായ S-300FM സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരേ സമയം ഒന്നിലധികം വ്യോമ ലക്ഷ്യങ്ങളെ കണ്ടെത്താനും അവയെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാനും ഇതിന് സാധിക്കും. ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ, ശത്രു മിസൈലുകൾ എന്നിവയിൽ നിന്ന് കപ്പലിന് ഇതൊരു കവചമൊരുക്കും. അഡ്മിറൽ നഖിമോവിന്റെ സുരക്ഷയ്ക്കായി ഇതിനകം തന്നെ കപ്പലിന് ചുറ്റും മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പോളിമെന്റ് റെഡ്യൂട്ട് പോലുള്ള ഹ്രസ്വ മധ്യദൂര മിസൈലുകൾ കപ്പലിന് തൊട്ടരികിലേക്ക് എത്തുന്ന ആപത്തുകളെ ഇല്ലാതാക്കാൻ പ്രാപ്തമാണ്. ഒപ്പം ശത്രുക്കളുടെ ടോർപിഡോകളെയും അന്തർവാഹിനികളെയും തകർക്കാനുള്ള അണ്ടർ വാട്ടർ വാർഫെയർ സംവിധാനങ്ങളും ഇതിലുണ്ട്. കപ്പലിന്റെ ആണവ റിയാക്ടറുകളും ഈ നവീകരണ കാലയളവിൽ പൂർണ്ണമായി പരിശോധനകൾക്കും അറ്റകുറ്റപ്പണികൾക്കും വിധേയമാക്കിയിട്ടുണ്ട്. 2 പ്രധാന ആണവ റിയാക്ടറുകളാണ് കപ്പലിന് ആവശ്യമായ ഊർജം പകരുന്നത്. ഇത് കാരണം ഇന്ധനം നിറയ്ക്കാതെ തന്നെ മാസങ്ങളോളം ലോകത്തിന്റെ ഏത് കോണിലേക്കും സഞ്ചരിക്കാനും ദൗത്യങ്ങളിൽ ഏർപ്പെടാനും ഈ യുദ്ധക്കപ്പലിന് സാധിക്കും. ഈ കപ്പലിന്റെ വലുപ്പം തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന്. ഒരു ഫുട്ബോൾ മൈതാനത്തേക്കാൾ നീളമുള്ള ഈ കപ്പൽ സമുദ്രത്തിലൂടെ നീങ്ങുമ്പോൾ അതൊരു ഒഴുകുന്ന സൈനിക താവളം പോലെയാണ് അനുഭവപ്പെടുക. ഇത്രയും വലിയൊരു ഉപരിതല യുദ്ധക്കപ്പൽ നിലവിൽ അമേരിക്കൻ നാവികസേനയ്ക്ക് പോലുമില്ല എന്നത് റഷ്യയുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കുന്നു. ദീർഘകാലം റഷ്യൻ തുറമുഖത്ത് വെറുതെ കിടന്നിരുന്ന കപ്പലിനെയാണ് വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെ റഷ്യൻ എഞ്ചിനീയർമാർ പുനരുജ്ജീവിപ്പിച്ചത്. സാമ്പത്തിക പ്രതിസന്ധികളും സാങ്കേതിക വെല്ലുവിളികളും കാരണം പലപ്പോഴും വൈകിയ ഈ പ്രോജക്ട് ഒടുവിൽ വിജയകരമായി പൂർത്തിയാക്കാൻ റഷ്യയ്ക്ക് കഴിഞ്ഞു.
ഇത് റഷ്യയുടെ തദ്ദേശീയ കപ്പൽ നിർമ്മാണ വ്യവസായത്തിന്റെ വലിയൊരു വിജയം കൂടിയാണ്. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അഡ്മിറൽ നക്കിമോവിന്റെ തിരിച്ചുവരവിന് വലിയ പ്രാധാന്യമുണ്ട്. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങളുമായി റഷ്യ കടുത്ത ഭിന്നതയിലാണ്. ഈ സാഹചര്യത്തിൽ തങ്ങളുടെ നാവിക കരുത്ത് പ്രകടിപ്പിക്കേണ്ടത് വ്ളാഡിമിർ പുടിന്റെ ആവശ്യമാണ്. ആർട്ടിക് മേഖലയിലെ പ്രകൃതി വിഭവങ്ങൾക്ക് മേലുള്ള അവകാശവാദങ്ങൾ ശക്തമാകുന്ന സാഹചര്യത്തിലാണ് ഈ കപ്പലിന്റെ വിന്യാസം നടക്കുന്നത്. വൻതോതിൽ എണ്ണയും വാതക നിക്ഷേപവുമുള്ള ആർട്ടിക് പ്രദേശം ഭാവിയിലെ വലിയൊരു തന്ത്രപ്രധാന മേഖലയാണ്. അവിടെ തങ്ങളുടെ സാന്നിധ്യം ശക്തമായി ഉറപ്പിച്ചു നിർത്താൻ റഷ്യയ്ക്ക് നക്കിമോവ് വലിയൊരു കരുത്താകും. അമേരിക്കൻ നാവികസേനയുടെ വിമാനവാഹിനി കപ്പലുകൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്താൻ പോന്നതാണ് ഈ ബാറ്റിൽ ക്രൂയിസർ. വിമാനവാഹിനികളെ ദൂരെ വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഉള്ളതിനാൽ അമേരിക്കൻ കപ്പൽ പടയ്ക്ക് റഷ്യൻ അതിർത്തികളിലേക്ക് എളുപ്പത്തിൽ കടന്നു കയറാൻ സാധിക്കില്ല. കടലിൽ റഷ്യ നേരിട്ടിരുന്ന പല തന്ത്രപരമായ പോരായ്മകളും ഇതോടെ പരിഹരിക്കപ്പെടും. കപ്പലിന്റെ ഉള്ളിലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും സൈബർ പ്രതിരോധവും പൂർണ്ണമായും ആധുനികവൽക്കരിച്ചിട്ടുണ്ട്. ശത്രുക്കളുടെ ഇലക്ട്രോണിക് യുദ്ധമുറകളെയും ജാമിംഗ് ശ്രമങ്ങളെയും പ്രതിരോധിച്ച് തടസ്സമില്ലാതെ ആ സ്ഥാനവുമായി ബന്ധപ്പെടാൻ കപ്പലിന് സാധിക്കും. സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളും ഇതിലുണ്ട്. കടലിലെ അന്തിമഘട്ട പരീക്ഷണങ്ങൾ കപ്പലിന്റെ എഞ്ചിൻ ക്ഷമതയും മിസൈൽ കൃത്യതയും പരിശോധിക്കുന്നതിനാണ് നടത്തുന്നത്. കപ്പൽ സ്വന്തം പവറിൽ വിജയകരമായി സഞ്ചരിച്ചു തുടങ്ങിയത് റഷ്യൻ നാവികസേനയെ സംബന്ധിച്ച് വലിയൊരു നാഴികക്കല്ലാണ്. വരും മാസങ്ങളിൽ കൂടുതൽ കഠിനമായ പരീക്ഷണങ്ങൾ കപ്പൽ നേരിടേണ്ടി വരും. ഈ വർഷം തന്നെ കപ്പൽ പൂർണ്ണ സജ്ജമായി ഔദ്യോഗികമായി സർവീസിലേക്ക് പ്രവേശിക്കുമെന്നാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നക്കിമോവ് തിരികെ എത്തുന്നതോടെ നോർത്തേൺ ഫ്ലീറ്റിന്റെ ആക്രമണ നിരയുടെ തലവനായി ഈ കപ്പൽ മാറും. ലോകത്തിലെ ഏത് അത്യാധുനിക നാവികസേനയോടും കിടപിടിക്കുന്ന രീതിയിലാണ് ഇതിന്റെ രണ്ടാം വരവ്. റഷ്യയുടെ സൈനിക അപ്രമാദിത്വം ലോകത്തിനു മുന്നിൽ തെളിയിക്കാനുള്ള പുടിന്റെ വലിയൊരു തന്ത്രമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാക്കുന്നത്. ശീതയുദ്ധകാലത്തെ ഭീമൻ ആയുധങ്ങളെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുനരുജ്ജീവിപ്പിക്കാൻ റഷ്യക്ക് സാധിക്കുമെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നുണ്ട്. പാശ്ചാത്യ ഉപരോധങ്ങൾക്കിടയിലും റഷ്യ തങ്ങളുടെ സൈനിക നവീകരണത്തിൽ പിന്നോട്ടില്ല എന്നതിന്റെ തെളിവ് കൂടിയാണത്. കടലിലെ പുതിയ രാജാവായി മാറാനൊരുങ്ങുന്ന അഡ്മിറൽ നക്കിമോവ് അന്താരാഷ്ട്ര നാവിക തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. വരും ദശകങ്ങളിൽ ആഗോള സമുദ്ര സുരക്ഷയെയും സഖ്യങ്ങളെയും സ്വാധീനിക്കാൻ പോന്ന ഒരു ശക്തിയായി ഈ ആണവ ഭീമൻ മാറുമെന്നതിൽ തർക്കമില്ല. റഷ്യയുടെ ആർട്ടിക് സ്വപ്നങ്ങൾക്ക് ചിറകു പകരാൻ ഈ മാൻസ്റ്റർ യുദ്ധക്കപ്പൽ ഇനി സമുദ്രങ്ങൾ ഭരിക്കും.